ഹലോ മക്കളെ, എല്ലാവർക്കും എക്സാം ഇന്ത്യൻ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. അപ്പോൾ 7ാം ക്ലാസ്സിലെ മക്കളെ, നമ്മൾ ഇന്ന് ഒരു മനോഹരമായ ഒരു കവിതയാണ് പഠിക്കാൻ പോകുന്നത്. ഒരു ചെറിയ കവിത, നമ്മുടെ എസ് ജോസഫിൻ്റെ ചിത്രശലഭങ്ങൾ എന്ന് പറയുന്ന ഒരു മനോഹരമായ കൊച്ചു കവിതയാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ സെറ്റാക്കാൻ പോകുന്നത് അല്ലേ. നിങ്ങൾക്ക് ചിത്രശലഭങ്ങൾ ഇഷ്ടമാണോ? പൂമ്പാറ്റ അല്ലേ, പൂമ്പാറ്റകൾ കാണാൻ ഭയങ്കര ഭംഗിയാണ്. പൂമ്പാറ്റ ആ പീലിയൊക്കെ വിടർത്തി, ആ ചിറക് വിടർത്തി ഇങ്ങനെ പറന്നു പോകുന്ന കാഴ്ച കാണാൻ എന്തൊരു ചന്താലേ. അപ്പം പൂമ്പാറ്റയിലൂടെ മനുഷ്യനെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും മനുഷ്യൻ്റെ കലാവാസനകളെക്കുറിച്ചും ചിത്രം വരയ്ക്കാനുള്ള കലാഭിരുചികളെക്കുറിച്ചും വ്യക്തമായി അടയാളപ്പെടുത്തുന്ന കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുന്ന രീതിയിൽ കാവ്യ സമർപ്പണം നടത്തുന്ന മനോഹരമായ കുഞ്ഞു കവിതയാണ് മക്കളെ ചിത്രശലഭങ്ങൾ അല്ലേ മാഷേ? അല്ലടാ, നിങ്ങൾ സ്കൂളിൽ ഈ കവിത പഠിച്ചപ്പോൾ ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടാവും അല്ലേ? കാരണം ഒരുപാടൊന്നുമില്ല ഇതിൻ്റെ വരികൾ, ചെറിയ വരികളാണ്. അതുകൊണ്ട് ഈ കവിത ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടാവും. പിന്നെന്താണ്, സിമ്പിളായിട്ടുള്ള വരികളല്ലേ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കൊച്ചു വരികളായിട്ടുള്ള കവിതയാണ് ചിത്രശലഭങ്ങൾ എന്ന് പറയുന്നത്. പത്രമാത്രം മലയാളിക്ക് നെഞ്ചിലേറ്റാവുന്ന ചെറിയൊരു ജീവിയാണ് ചിത്രശലഭം. ഒരുപാട് ദിവസം ഭൂമിയിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ് ചിത്രശലഭം. ഇല്ല, ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, ആഴ്ചകൾ മാത്രമേ ചിത്രശലഭങ്ങൾ ഭൂമിയിൽ ജീവിക്കുകയുള്ളൂ. പക്ഷേ അത് ജീവിക്കുന്ന ആ ദിവസങ്ങൾ അത്രയും പുഴുവായി ജനിച്ച് അല്ലെ, പ്യൂമയിൽ നിന്ന് പുറത്തേക്ക് പുഴുവായി വന്ന് മെല്ലെ ചിറകൊക്കെ വിരിച്ച് മനോഹരങ്ങളായി പാറിപ്പറന്നൊടുക്കും എവിടെയോ വെച്ച് മരണപ്പെടുന്ന ചെറുജീവിയല്ലടാ ചിത്രശലഭം, പൂമ്പാറ്റ അല്ലേ. ആ ജീവിയുടെ ജീവിതം എത്ര മാതൃകയാ. ആദ്യകാലങ്ങളിൽ ചിത്രം വരയ്ക്കാനുള്ള കഴിവൊക്കെ നമുക്ക് എവിടെ നിന്ന് കിട്ടിയേ? പൂമ്പാറ്റയിൽ നിന്നല്ലേ. ഇപ്പം പൂമ്പാറ്റയിലൂടെ പ്രകൃതി വർണ്ണ കാഴ്ച വിസ്മയങ്ങളെയാണ് എസ് ജോസഫ് എൻ്റെ കുഞ്ഞുമക്കൾക്ക് പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത്. നോക്കാം നമുക്ക്. പ്രകൃതി ഒരു ചിത്രശാലയാണ്, സത്യം അല്ലേ. മഴവിൽ നോക്കുക, ആകാശം നോക്കുക, നിറങ്ങൾ നോക്കുക, വനങ്ങൾ നോക്കുക, കടൽ, പുഴ, ഇതൊക്കെ ഒരു ചിത്രങ്ങളാണ്. പ്രകൃതി മനോഹരമായ ഒരു ചിത്രശാലയാണ്. നാനാവർണ്ണങ്ങൾ, ഒരുപാട് നിറങ്ങൾ ചാലിച്ചു ചേർത്ത് സർവ്വജീവജാലങ്ങളും ഇവിടെ ചിത്രവിരുന്നൊരുക്കുകയാണ്. അപ്പോൾ ഒരുപാട് നിറങ്ങൾ കൊണ്ട് ഒരുപാട് നിറങ്ങൾ ഉള്ളതാണ് നമ്മുടെ പ്രകൃതി എന്ന് പറയുമ്പോൾ ഒരുപാട് ചിത്രവിരുന്നുകൾ നൽകാൻ നമ്മുടെ ചിത്രശലഭങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ കവിത ഒന്ന് പാടാം. അപ്പോൾ സാറ് ആദ്യം ഈ കവിതയുടെ വരികളൊന്ന് പാടിത്തരാം, എന്നിട്ട് നമുക്ക് ഓരോ വരികളും അതിൻ്റെ ആശയങ്ങൾ എടുത്ത് പഠിച്ചു പോകാം. ഓക്കെ അല്ലേ മക്കളെ? മനോഹരമായ ചിത്രം കേട്ടോ, ഒരു പുഴുവായിട്ട് വിരിഞ്ഞ് പിന്നെ ചെറുതൊക്കെ വിടർന്ന് പറന്നു പോകുന്ന ചിത്രശലഭത്തിൻ്റെ മാറ്റങ്ങൾ മനോഹരല്ലേ? യെസ്. അപ്പോൾ സാർ ആദ്യം വരികളൊന്ന് പാടിത്തരാം. 2 കൈയിലും ചിത്രങ്ങൾ പിടിച്ച് പറന്നു നടക്കുന്ന ചിത്രകാരന്മാരും ചിത്രകാരികളുമാണ് ചിത്രശലഭങ്ങൾ അല്ലേ. 2 കൈയിലും. നമ്മുടെ എസ് ജോസഫിൻ്റെ കവിത നമുക്ക് ചൊല്ലി പഠിക്കാൻ പറ്റില്ല. അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴേ, അമ്മതൻ നേത്രത്തിൽ ഉതിർന്നു ചുടു കണ്ണീർ. ഇത് നമുക്ക് വൈലോപ്പള്ളിയുടെ മാമ്പഴം എന്ന് പറയുന്ന കവിതയെ നമുക്ക് ചൊല്ലി പഠിക്കാം, കാരണം ഈണമുണ്ട്. പിന്നെയോ, വലയിൽ വീണ കിളികളാണ് നാം, ചിറകൊടിഞ്ഞൊരിണകളാണ് നാം, വഴിവിളക്കു കണ്ണു ചിമ്മുമീ വഴിയിലെന്ത് നമ്മൾ പാടണം. ഇത് ചൊല്ലിപ്പാടാൻ പറ്റിയ അനിൽ പനച്ചൂരാൻ്റെ കവിതയാണ് അല്ലേ. ഇത്തരത്തിൽ നമുക്ക് ചൊല്ലി ഈണത്തിൽ പാടി പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു കവിതയല്ല എസ് ജോസഫിൻ്റെ കവിത. അത് നമുക്ക് വായിക്കാൻ പറ്റുന്ന, ഏതൊരാൾക്കും സിമ്പിളായിട്ട് വായിക്കാൻ പറ്റുന്ന കവിതയാണ് എസ് ജോസഫിൻ്റെ കവിത. ഇത് ഈണത്തിലും താളത്തിലൊന്നും ചൊല്ലേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. ഓക്കെ, സാറി കവിത ഒന്ന് ആദ്യം വായിച്ചു തരാം, എൻ്റെ മക്കൾക്ക് നമുക്ക് ഓരോ വരികളും അതിൻ്റെ അർത്ഥങ്ങളും പഠിക്കാം കേട്ടോ. ഓക്കെ. 2 കൈയിലും ചിത്രങ്ങൾ പിടിച്ച് പറന്നു നടക്കുന്ന ചിത്രകാരന്മാരും ചിത്രകാരികളുമാണ് ചിത്രശലഭങ്ങൾ. ഭൂമിയിൽ ചിത്രങ്ങളില്ലാതിരുന്ന കാലത്തെ അവ ആളുകളെ ചിത്രങ്ങൾ കൊണ്ട് നടന്നു കാണിച്ചു. പിന്നീട് ഗുഹാചിത്രങ്ങളും ചുമർ ചിത്രങ്ങളും ക്യാൻവാസ് ചിത്രങ്ങളും വന്നു. അല്പായുസുകളായ ചിത്രശലഭങ്ങൾ ചിത്രങ്ങളുമായി പറന്നു നടന്നു. പുഴുക്കളായി കഴിഞ്ഞ കാലത്ത് അവ കയ്യിൽ ചിത്രങ്ങളില്ലാതെ കഴിഞ്ഞു. പുഴുക്കളുമാണ്, ചിറകുകളുമാണ്. വൈരൂപ്യവും സൗന്ദര്യവും കൂട്ടുകെട്ടി വൈരൂപ്യത്തെയും സൗന്ദര്യമാക്കുന്നവരാണ്.
പറന്നു നടക്കുന്ന ചിത്രശലഭങ്ങൾക്കു പിമ്പേ മനുഷ്യരുടെ ബാല്യകാലം 2 ചിത്രങ്ങളും പിടിച്ചുകൊണ്ട് പറക്കുന്നു. പറന്നു നടക്കുന്ന ചിത്രശലഭങ്ങൾക്കു പിമ്പേ മനുഷ്യരുടെ ബാല്യകാലം 2 ചിത്രങ്ങളും പിടിച്ചുകൊണ്ട് പറക്കുന്നു. മനുഷ്യർ വലുതാകുമ്പോൾ ചിറകുകൾ കൊഴിയുന്നു, ശേഷം പുഴുവായി ഇഴഞ്ഞു നടക്കുന്നു. മനുഷ്യർ വലുതാകുമ്പോൾ ചിറകുകൾ കൊഴിയുന്നു, ശേഷം പുഴുവായി ഇഴഞ്ഞു നടക്കുന്നു. ചന്ദ്രനോടൊപ്പം എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിലെ എസ് ജോസഫിൻ്റെ കവിതയാണ് മക്കൾ നമ്മൾ പഠിക്കുന്ന ഏത് നമ്മുടെ ചിത്രശലഭങ്ങൾ. ഇനി നമുക്ക് ഈ കവിതയിലൂടെ അതിൻ്റെ ആശയത്തിലൂടെ കടന്നു പോകാം. 2 കൈയിലും ചിത്രങ്ങൾ പിടിച്ച് പറന്നു നടക്കുന്ന ചിത്രകാരന്മാരും ചിത്രകാരികളുമാണ് ചിത്രശലഭങ്ങൾ. അതായത് ഈ ചിത്രം കണ്ടോ മക്കളെ, നമ്മുടെ ഈ ചിത്രം കണ്ടോ? ഈ ചിത്രത്തിൽ ഇതിൻ്റെ ചിറകുകൾക്ക് എന്താണ് ചിത്രം പോലെയില്ലേ, ചിത്രം വരച്ച പോലെ പെയിൻറ്റിങ് പോലെയില്ലേ ചിത്രശലഭങ്ങളാണ്. ഓരോ പൂമ്പാറ്റയ്ക്കും ചിറകിലും ചിത്രങ്ങളാണ് അല്ലേ. അപ്പം ചിത്രങ്ങൾ പിടിച്ചുകൊണ്ട് പറന്നു പോകുന്ന അല്ലേ, പറന്ന് പോകുന്ന എന്താണ് ചിത്രകാരന്മാരും ചിത്രകാരികളുമാണ് ചിത്രശലഭങ്ങൾ. അപ്പോൾ മനോഹരങ്ങളാണ്. ആദ്യകാലത്തെ പ്രകൃതിയാണ് കല എന്ന് പറയുന്നു. മക്കളെ, കുഞ്ഞുമക്കളെ മനസ്സിലാവുന്നുണ്ടോ? പ്രകൃതിയാണ് എന്ത് മക്കളെ? കല എന്ന് പറയുന്നത്. പ്രകൃതിയാണ് കലാരൂപങ്ങൾ, പ്രകൃതിയാണ് ചിത്രം എന്ന് പറയുന്നു. ആദ്യകാലങ്ങളിൽ മനുഷ്യൻ ചിത്രം വരക്കാത്ത കാലത്ത് പോലും ചിത്രവുമായി പറന്നുപോയി എല്ലാവരെയും കാണിക്കുന്ന ചിത്രകാരന്മാരും ചിത്രകാരികളുമാണ് പൂമ്പാറ്റ ചിത്രശലഭങ്ങളെന്ന് നമ്മുടെ പ്രിയപ്പെട്ട കവി പറയുകയാണ്. പിന്നെയോ, ഭൂമിയിൽ ചിത്രങ്ങളില്ലാതിരുന്ന കാലത്തെ അവ ആളുകളെ ചിത്രങ്ങൾ കൊണ്ട് നടന്നു കാണിച്ചു അല്ലേ. ഭൂമിയിൽ ചിത്രങ്ങളില്ലാതിരുന്ന കാലത്തെ അവ ആളുകളെ ചിത്രങ്ങൾ കൊണ്ടു നടന്നു കാണിച്ചു. അപ്പോൾ ആളുകളെ ചിത്രശലഭങ്ങൾ ചിത്രങ്ങൾ കൊണ്ട് നടന്ന് കാണിക്കാണ്. ഭൂമിയിൽ ചിത്രങ്ങളില്ലാതിരുന്ന കാലത്താണ് ആളുകളെ ചിത്രങ്ങൾ കൊണ്ട് നടക്കാൻ തൻ്റെ ചിറകിലെ ചിത്രങ്ങൾ കൊണ്ട് കാണിക്കുകയാണ് ചിത്രശലഭങ്ങൾ, പൂമ്പാറ്റകൾ. പിന്നീട് ഗുഹാചിത്രങ്ങളും ചുമർ ചിത്രങ്ങളും ക്യാൻവാസ് ചിത്രങ്ങളും വന്നു. പിന്നീട് എന്തു വന്നു മക്കളെ? ഗുഹാചിത്രങ്ങൾ വന്നു. പിന്നീട് ഗുഹയിൽ ചിത്രങ്ങൾ വന്നു, ചുമർ ചിത്രങ്ങൾ വന്നു, ക്യാൻവാസ് ചിത്രങ്ങളും വന്നു. ആൾക്കാർ എന്തു ചെയ്തു? ആദിമ മനുഷ്യന്മാർ ഈ പൂമ്പാറ്റയുടെ ചിത്രങ്ങൾ കണ്ട് അതിലിഷ്ടപ്പെട്ട് അവർക്കും ചിത്രങ്ങൾ വരക്കണമെന്ന് ആഗ്രഹിച്ച് പിന്നീട് ഗുഹകളിൽ പോയിട്ട് ചിത്രങ്ങൾ വരച്ചു. നമ്മളെ സോഷ്യൽ സയൻസിൽ പഠിക്കുന്നില്ലേ ഗുഹാചിത്രങ്ങൾ, സിന്ധു നദീതട സംസ്കാരങ്ങൾ അല്ലെ, ഹാരപ്പൻ മോഹൻജദാരോ സംസ്കാരങ്ങൾ, അല്ലെങ്കിൽ ചുമർ ചിത്രങ്ങൾ, ഗുഹാചിത്രങ്ങൾ കാണുന്നില്ലേ? അതേപോലെയാണ് പൂമ്പാറ്റയുടെ ചിറകിലെ ചിത്രങ്ങൾ കണ്ടിട്ടാണ് മനുഷ്യൻ ആദ്യമായ ചിത്രങ്ങളൊക്കെ വരച്ച് കടന്നു വരുമ്പോൾ മനുഷ്യൻ ചിത്രം വരക്കാൻ പഠിപ്പിച്ചത് പോലും പ്രകൃതിയാണ്, പൂമ്പാറ്റയാണ്, ചിത്രശലഭങ്ങളാണെന്ന് കവി പറയുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, അല്പായുസ്സുകളായ ചിത്രശലഭങ്ങൾ ചിത്രങ്ങളുമായി പറന്നു നടന്നു. അല്പായുസ്, ചിത്രശലഭത്തിൻ്റെ ലൈഫ് സ്പാൻ എത്രയാണ്? ജീവിത ദൈർഘ്യം എത്രയാ? ആഴ്ചകൾ മാത്രം, ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പം കുറച്ച് ദിവസം മാത്രം ഭൂമിയിൽ ജീവിക്കുന്ന ചിത്രശലഭങ്ങൾ ഒരുപാട് കാഴ്ചകൾ മനുഷ്യന്മാരെ കാണിക്കുകയാണ്. ചിത്രങ്ങളെ മനുഷ്യനെ പറന്നു നടന്ന് കാണിക്കുകയാണ്. അതിൻ്റെ ചിറകിലെ വർണ്ണങ്ങളാൽ നിറഞ്ഞ ആ ചിത്രങ്ങൾ മനുഷ്യനെ കാണിക്കുകയാണ് പൂമ്പാറ്റ. അപ്പോൾ പൂമ്പാറ്റകളാണ്, ചിത്രശലഭങ്ങളാണ് ആദ്യത്തെ ചിത്രകാരന്മാരും ചിത്രകാരികളും എന്നാണ് എസ് ജോസഫ് പറയുന്നത്. പുഴുക്കളായി കഴിഞ്ഞ കാലത്ത് അവ കയ്യിൽ ചിത്രങ്ങളില്ലാതെ കഴിഞ്ഞു അല്ലേ. ആദ്യം പുഴുക്കളല്ലേ, പ്യൂമയിൽ നിന്നല്ലടാ നമ്മുടെ ചിത്രശലഭങ്ങൾ പൂമ്പാറ്റകൾ പുറത്തേക്ക് വരുക. പുഴുക്കളാണ്, പുഴുക്കൾക്ക് സൗന്ദര്യമുണ്ട്, ആ പൂമ്പാറ്റകൾ ഇല്ല. അപ്പം സൗന്ദര്യമില്ലാത്ത കാലത്ത് പോലും അവ അപകർഷതാ ബോധം വെച്ച് കാട്ടിയില്ല, അവ മെല്ലെ പുറത്തേക്ക് വരാൻ തുടങ്ങി. പുഴുക്കളുമാണ്, ചിത്രച്ചിറകുകളുമാണ്. ഈ പുഴുവിൽ നിന്നും അവർ പൂമ്പാറ്റയായി മനോഹരമായി, വൈരൂപ്യത്തിൽ നിന്നും അവർ മനോഹരങ്ങളായി മാറി. നേരെ തിരിച്ചും വരുമല്ലേ, മനോഹരമായത് വൈരൂപ്യങ്ങളുമായി വരും. പക്ഷെ പൂമ്പാറ്റ നേരെ തിരിച്ചാണ്. ആദ്യം ഒരു സൗന്ദര്യം ഉണ്ടായില്ല, പിന്നെ സൗന്ദര്യമുള്ള ജീവിയായി പൂമ്പാറ്റ ഇങ്ങനെ പാറി പറക്കാണ്. വൈരൂപ്യവും സൗന്ദര്യവും, വൈരൂപ്യം വെച്ചാൽ സൗന്ദര്യമില്ലായ്മ അല്ലെ, വൈരൂപ്യം വികൃതമായത്, സൗന്ദര്യമില്ലാത്തത്. വൈരൂപ്യവും സൗന്ദര്യവും കൂട്ടിക്കെട്ടി വൈരൂപ്യത്തെയും സൗന്ദര്യമാക്കുന്നവരാണ് പൂമ്പാറ്റകൾ അല്ലേ. ആ സൗന്ദര്യമായ കാഴ്ചയാൽ പൂമ്പാറ്റ ഇങ്ങനെ പാറി നടക്കാണ്. ഇപ്പോൾ വൈരൂപ്യവും സൗന്ദര്യവും കൂട്ടിക്കെട്ടി വൈരൂപ്യത്തെയും സൗന്ദര്യമാക്കുന്നവരാണ് പൂമ്പാറ്റ എന്നാണ് ഇവിടെ പറയുന്നത്. പറന്നു നടക്കുന്ന ചിത്രശലഭങ്ങൾക്കു പിമ്പേ മനുഷ്യരുടെ ബാല്യകാലം 2 ചിത്രങ്ങളും പിടിച്ചുകൊണ്ട് പറക്കുന്നു. മക്കളെ, പറന്നു നടക്കുന്ന ചിത്രശലഭങ്ങൾക്കു പിമ്പേ മനുഷ്യരുടെ ബാല്യകാലം 2 ചിത്രങ്ങളും പിടിച്ചുകൊണ്ട് പറക്കുന്നു. ഇപ്പോൾ പറന്നു നടക്കുന്ന ചിത്രങ്ങൾക്ക് പിമ്പേ
മനുഷ്യരുടെ ബാല്യകാലം രണ്ട് ചിത്രങ്ങൾ പിടിച്ചുകൊണ്ട് പറക്കുന്നു എന്ന് പറയുന്നു. അതായത് മനുഷ്യരെ പോലെ തന്നെ ചിത്രശലഭങ്ങളെ ആ സുന്ദരമായ കാഴ്ചകളും കാട്ടിക്കൊണ്ട് ഇങ്ങനെ പറന്നു പോവുകയാണ്. മനുഷ്യർ വലുതാകുമ്പോൾ ചിറകുകൾ കൊഴിയുന്നു, ശേഷം പുഴുവായി ഇഴഞ്ഞു നടക്കുന്നു. അല്ലെ, മനുഷ്യൻ വലുതാകുമ്പോൾ ചിറകുകൾ കൊഴിയാണ്. മനുഷ്യൻ എന്താണ്, അപകർഷ സ്വഭാവത്തിലേക്ക് പോകുന്നു. അവൻ തൻ്റെ കഴിവുകൾ മറക്കുന്നു, നിഷ്കളങ്കത ഇല്ലാതാകുന്നു എന്ന് പറയുന്നു. നമ്മൾ ചെറുപ്പത്തിലാണ് നിഷ്കളങ്കത, സ്നേഹം, നല്ല മനസ്സ്, കഴിവൊക്കെ ഉണ്ടാവുക. വലുതാകുമ്പോൾ നമ്മുടെ നിഷ്കളങ്കതയൊക്കെ കുറഞ്ഞു വരും, നമ്മൾ മോശമായി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ അർത്ഥമാക്കുകയാണ് മക്കൾ ഈ വരികൾ. മനുഷ്യർ വലുതാകുമ്പോൾ ചിറകുകൾ കൊഴിയുന്നു, അവൻ്റെ നിഷ്കളങ്കമാകുന്ന ചിറകുകൾ, മനുഷ്യൻ്റെ നന്മകളാകുന്ന ചിറകുകൾ, മനുഷ്യൻ്റെ സ്നേഹമാകുന്ന ചിറകുകൾ എല്ലാം കുറഞ്ഞു വരും. ശേഷം പുഴുവായി ഇഴഞ്ഞു നടക്കുന്നു, അവൻ്റെ ഉള്ളിലെല്ലാ നന്മയും ഇല്ലാതായി അവൻ പുഴുവായി മാറുന്നു. അപ്പം മനുഷ്യനെയും ചിത്രശലഭങ്ങളെയും താരതമ്യം ചെയ്തുകൊണ്ട് ചിത്രകാരന്മാരും ചിത്രകാരികളുമായ ചിത്രശലഭങ്ങൾ ഭൂമിയിലെ ആദ്യത്തെ കലാകാരന്മാരെന്ന് കാണിച്ചുകൊണ്ട് നമ്മുടെ നന്മയൊക്കെ, നമ്മുടെ സ്നേഹമൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ കാണിച്ചു കൊടുത്ത് സന്തോഷിപ്പിച്ച് പറന്നു പോകേണ്ടതിൻ്റെ ആവശ്യകതയെ വ്യക്തമാക്കുന്ന ചന്ദ്രനോടൊപ്പം എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിലെ എസ് ജോസഫിൻ്റെ കവിതയാണ് ചിത്രശലഭങ്ങൾ. കവിത സെറ്റല്ലേ മക്കളെ? ഇനി നമുക്ക് ഈ കവിതയുടെ പ്രധാന ചോദ്യങ്ങളിലേക്കൊന്ന് പോകാം. ചിത്രശലഭങ്ങളെ കവി ആരായിട്ടാണ് അവതരിപ്പിക്കുന്നത്? കവി ചിത്രശലഭങ്ങളെ ആരായിട്ടാണ് മക്കൾ അവതരിപ്പിക്കുന്നത്? നമുക്ക് പറയാം. രണ്ട് കൈയിലും ചിത്രങ്ങൾ പിടിച്ച് പറന്ന് നടക്കുന്ന ചിത്രകാരന്മാരും ചിത്രകാരികളുമാണ് ചിത്രശലഭങ്ങൾ എന്ന് കവി പറയുന്നു. അപ്പോൾ രണ്ട് കൈയിലും ചിത്രങ്ങൾ പിടിച്ച് പറന്ന് നടക്കുന്ന ചിത്രകാരന്മാരും ചിത്രകാരികളുമാണ് നമ്മുടെ ചിത്രശലഭങ്ങൾ എന്നാണ് കവി പറയുന്നത്. അപ്പോൾ രണ്ട് കയ്യിൽ എന്തുണ്ട്? ചിത്രങ്ങൾ പിടിച്ച് പറക്കുന്ന ചിത്രകാരന്മാരും ചിത്രകാര്യങ്ങളുമാണ് പൂമ്പാറ്റ ചിത്രശലഭങ്ങളെന്ന് കവി പറയുന്നു. പിന്നെയോ, ഏത് കാലത്താണ് അവർ കയ്യിൽ ചിത്രങ്ങളില്ലാതെ കഴിഞ്ഞത്? അപ്പോൾ ഏത് കാലത്താണ് നമ്മുടെ ചിത്രശലഭങ്ങൾ ചിത്രമില്ലാതെ കഴിഞ്ഞതെന്നാണ് ചോദ്യം. ഏത് കാലത്താണ് ചിത്രമില്ലാതെ ചിത്രശലഭങ്ങൾ കഴിഞ്ഞത്? ജനിച്ചയുടനെ പുഴുക്കളായി കഴിഞ്ഞ കാലത്താണ് അവർ കയ്യിൽ ചിത്രങ്ങളില്ലാതെ കഴിഞ്ഞത്, അല്ലേ? അപ്പോൾ പൂമ്പാറ്റകൾ ജനിക്കുമ്പോൾ എന്താണ്? പുഴുക്കളായിട്ടാണ് പ്യൂമ എന്ന് പറയുന്ന അതിൻ്റെ കൂടിനുള്ളിൽ ഉണ്ടാവുക. അപ്പോൾ ജനിച്ചയുടനെ പുഴുക്കളായി കഴിഞ്ഞ കാലത്താണ് അവർ കയ്യിൽ ചിത്രങ്ങളില്ലാതെ കഴിഞ്ഞത്. ഇപ്പോൾ ജനിച്ചയുടനെ പുഴുക്കളായിരുന്നു പൂമ്പാറ്റകൾ, അപ്പോൾ അവർക്ക് ചിത്രങ്ങളില്ല. അപ്പോഴാണ് ചിത്രങ്ങളില്ലാതെ കഴിഞ്ഞത്. പിന്നീട് അവർ പൂമ്പാറ്റ പ്യൂമയിൽ നിന്ന് പുഴുക്കളിൽ നിന്ന് പൂമ്പാറ്റയായി മാറിയപ്പോൾ വലിയ ചിറകുകൾ വിടർത്തി അവർ ചിത്രങ്ങൾ കാണിച്ചു പറന്നു നടന്നു ആൾക്കാരെ. അടുത്ത ചോദ്യം, മനുഷ്യൻ വലുതാകുമ്പോൾ എന്തു സംഭവിക്കുന്നു എന്നാണ് കവി പറയുന്നത്? മനുഷ്യൻ വലുതാകുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നാണ് കവി പറയുന്നത് നോക്കാം നമുക്ക്. ചിറകുകൾ കൊഴിയുകയും പിന്നീട് പുഴുവിനെ പോലെ ഇഴഞ്ഞു നടക്കുകയും ചെയ്യുന്നു, അല്ലേ? ചിറകുകൾ കൊഴിഞ്ഞ് പുഴുവിനെ പോലെ ഇഴഞ്ഞു നടക്കുകയാണ് മനുഷ്യൻ വലുതാകുമ്പോൾ ചെയ്യുക എന്നാണ് കവി പറയുന്നത്. അടുത്ത ചോദ്യം എന്താ മക്കളെ? രണ്ട് കൈയിലും ചിത്രങ്ങൾ പിടിച്ച് പറന്നു നടക്കുന്ന ചിത്രകാരന്മാരും ചിത്രകാരികളുമാണ് ചിത്രശലഭങ്ങൾ എന്ന് പറയാൻ കാരണം എന്ത്? ഇപ്പോൾ രണ്ട് കൈയിൽ ചിത്രങ്ങൾ പിടിച്ച് പറന്നു നടക്കുന്ന ചിത്രകാരന്മാരും ചിത്രകാരികളുമാണ് ചിത്രശലഭങ്ങൾ എന്ന് പറയാൻ കാരണം എന്താണ് എന്ന ചോദ്യം നോക്കാം നമുക്ക്. ചിത്രശലഭങ്ങൾക്ക് രണ്ട് ചിറകുകളുണ്ട്, അവയാണ് പൂമ്പാറ്റകളുടെ കൈകൾ. രണ്ട് കൈയിലും ചിത്രങ്ങൾ പിടിച്ചാണ് അവർ പറന്ന് നടക്കുന്നത്. പൂമ്പാറ്റകളിലും ആണിനെയും പെണ്ണിനെയും കാണാം, അതുകൊണ്ടാണ് ചിത്രകാരന്മാരും ചിത്രകാരികളും എന്ന് പറയുന്നത്. അപ്പം പൂമ്പാറ്റകളുടെ ചിറകിൽ മനോഹരമായ ചിത്രങ്ങൾ ഉണ്ടല്ലേ, അവ എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയാണ് പൂമ്പാറ്റ പറന്നു പോകുന്നത്. ലോകത്തിലെ ആദ്യത്തെ ചിത്രകാരന്മാരും ചിത്രകാരികളുമാണ്. അപ്പോൾ പൂമ്പാറ്റയിൽ തന്നെ ആണും പെണ്ണുമുണ്ട്. അപ്പം അത് കാണിക്കാൻ വേണ്ടിയാണ് ചിത്രകാരന്മാർ ചിത്രകാരികളെന്ന് കവി പ്രത്യേകം പറഞ്ഞത്. അപ്പോൾ കുഞ്ഞുമക്കളെ, നമ്മളിത് പഠിച്ച കവിത ഏതാണ്? ചിത്രശലഭങ്ങൾ എന്ന് പറയുന്ന എസ് ജോസഫ് കവിതയാണ്. ഇപ്പോൾ പൂമ്പാറ്റയിലൂടെ ചിത്രശലഭത്തിലൂടെ ലോകത്തിൻ്റെ സുന്ദരമായ കാഴ്ച, പ്രകൃതി തന്നെയാണ് കല, പ്രകൃതിയാണ് ചിത്രം എന്ന് കാണിക്കുന്നു. ലോകത്തിലെ ആദ്യത്തെ ചിത്രകാരന്മാരും ചിത്രകാരികളുമാണ് പൂമ്പാറ്റ. പൂമ്പാറ്റ പുഴുവിൽ നിന്നും നല്ല മനോഹരമായ ചിത്രങ്ങളായി മാറുന്നു, നമുക്ക് കുളിർമയുള്ള കാഴ്ച സമ്മാനിക്കുന്നു. അതേപോലെ നമ്മൾ മറ്റുള്ളവർക്ക് കുളിർമയുള്ള കാഴ്ചകൾ സമ്മാനിക്കുന്നവരായി മാറണം. പക്ഷേ മനുഷ്യന്മാരെ എന്തായി മാറുന്നു? നമ്മൾ പൂമ്പാറ്റയെ പോലെ ആയി മാറുന്നു, പിന്നീട് പുഴുക്കളായി മാറുന്നു. നമ്മുടെ നന്മയും നിഷ്കളങ്കതയും ഒക്കെ കുറഞ്ഞു വരികയാണ് വളരുമ്പോൾ. ഇത്തരത്തിൽ മനുഷ്യൻ്റെ കാഴ്ചകളെയും കാഴ്ചപ്പാടുകളെയും പ്രകൃതിയും ഒക്കെ അടയാളപ്പെടുത്തുന്ന മനോഹരമായ പൂമ്പാറ്റയിലൂടെ ചിത്രശലഭത്തിലൂടെ കൃത്യമായ കലാവിരുത് കാണിക്കുന്ന ചിത്രകലയെ കാണിക്കുന്ന മനോഹരമായ കവിതയാണ് ചിത്രശലഭങ്ങൾ. അപ്പം എൻ്റെ മക്കൾ നല്ലപോലെ പഠിക്കുക, എക്സാമിന് നല്ല മാർക്ക് വാങ്ങുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.